അവിടെ ചേച്ചി അല്ല അപ്പുകുട്ടൻ ഇങ്ങ എത്തിയോ? കാലത്ത് മുതല് കാറ് വരുന്നോന്ന് നോക്കിയിരിക്കായിരുന്നു ഞാൻ. എന്നെ ആരാ കൂട്ടിട്ട് വന്നെന്ന് അറിയോ അമ്മണി ചേച്ചിക്ക്? ആരാ? പപ്പ. ആ, ഈ അവധിക്ക് എന്നെ എങ്ങാണ്ടൊക്കെയോ കൂട്ടിട്ട് പോന്ന് പറഞ്ഞിരിക്കയാ പപ്പ. അതെയോ? നന്നായി. ഞാൻ പിന്നെ ചേച്ചി ഒന്ന് മാറ, ഞാനെന്ന് അങ്ങോട്ട് പോട്ടെ. പപ്പ എവിടെ പോവാ? ഓഫീസിലേക്ക്. എന്താ? പപ്പ എന്തേനൊരു സിനിമയ്ക്ക് കൊണ്ടുപോന്ന് പറഞ്ഞായിരുന്നല്ലോ. അത് 6 മണിക്കല്ലേ? അപ്പു റെഡി ആയിരുന്നോ? ഞാൻ എത്തിയേക്കാം. താങ്ക് യു. വെൽക്കം. കുട്ടികളെ കലാവാസന പ്രോത്സാഹിപ്പിക്കേണ്ടതല്ലേ? കലാവാസന ഇത്രയല്ലേ ഉള്ളൂ. കഷ്ടമൊന്നല്ല, അത് എന്താ പറയുക. സ്കൂൾ അടച്ചിങ്ങ എത്തിയേ ഉള്ളൂ, അതിന് ഓരോന്ന് പറഞ്ഞ് ആശിപ്പിക്കുക. തള്ളിയുള്ളതായിരുന്നു സാരമില്ലായിരുന്നു. വേണ്ട. എന്താ അപ്പുമോനെ, എന്താ ഈ കാട്ടിയേ? എന്താ എന്ത് പറ്റി? സാധനം എടുത്തു വെച്ച ഗ്ലാസുകളായിരുന്നു, അത് കയ്യിലെടുത്ത ഒരൊറ്റ എറി. വന്നേ അന്ന് തന്നെ തുടങ്ങിയല്ലോ നിന്റെ വികൃതികള്. എന്താ അപ്പു, എന്താ നീ ഇങ്ങനെ? എന്താ നീ ഇങ്ങനെയെന്ന്? പപ്പയോ മറന്ന് എന്റെ സിനിമയ്ക്ക് കൊണ്ടുവന്ന് പറഞ്ഞിട്ട്. ശരിയാ ശരിയാ, ഞാൻ പറഞ്ഞിരുന്നു. എന്നിട്ട് എന്തേ പണിക്കരെ ആരും എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ? എന്തേ ബാലൂട്ടൻ പോയോ? ബാലൂട്ടാ, ബാലൂട്ടാ, ബാലൂട്ടാ. ദേ നോക്കി, ഇന്ന് അപ്പുന് ഇഞ്ചക്ഷൻ എടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ്. വൈകിട്ട് 6 മണിക്ക് എത്തിയേക്കണം. നീ റെഡി ആയിട്ട് വന്നോ, ഞാൻ എത്തിക്കോളാം. ഒക്കെ പറഞ്ഞിട്ട് ഒടുവിൽ മറക്കരുത് കേട്ടോ. എന്റെ അപ്പൂസിന്റെ കാര്യമില്ല, ഞാൻ മറക്കുവോ? എന്നാ പറഞ്ഞേ, എത്ര മണി എന്നാ പറഞ്ഞേ? 6 മണി. 6 മണി എന്നാ പറഞ്ഞത്? 7 മണി. 7 മണിയാ? എത്ര മണിക്കാ ഒന്ന് പറ. 6 മണി. ശരി, 6 മണി. ഓക്കെ. ഞാൻ കാത്തിരിക്കട്ടോ. മോനെ കരയ്ക്കലേ. എന്റെ ബാലഗോപാലനെ എണ്ണ തേപ്പിക്കുമ്പം പാടടി.
My dear. ആമേ ആംസ് ആമേ യ്യോ. ആശുപത്രി കൊണ്ടുവന്ന് പറഞ്ഞിരുന്നില്ലേ 6 മണിക്ക് ഒടുക്കത്തെ മറവിയ നിനക്കൊന്ന് ഫോൺ ചെയ്ത് പറഞ്ഞുകൂടായിരുന്നു അറിയാമല്ലോ ഞാനൊരു മറവിക്കാരനാണ് വാ ഡിസ്പെൻസറി പോ ഇപ്പൊ പൂട്ടി കാണത്തില്ല 9 മണിയായിട്ടുള്ളൂ വാ ബാലുട്ടാ ഒന്നിങ്ങ് വന്നേ. ഇവിടം കല്ലിച്ചൊന്നൊന്ന് നോക്കിയേ. കുത്തിവെച്ചായിരുന്നല്ലേ സോറി എന്നാൽ ഇതൊരു വല്ലാത്ത മറവി എന്റെ ബാലുട്ടാ. ഇന്നും തീർന്നില്ല ഭാവേ ആ നശിച്ച മറവി നീ ഉണ്ടായിരുന്നപ്പോ ഡേയ് ഈ പാല് വാങ്ങിച്ച് അകത്തോണ്ട് കൊണ്ടേ എന്നിട്ട് നനച്ചാ മതി. ഈ സൈക്കിൾ സ്വന്തോ? ആണല്ലോ. എന്താ വല്ല പരിപാടി ഒപ്പിക്കാൻ പ്ലാൻ ഉണ്ടോ? ഞാൻ അവിടെ കയറി ഇരിക്കട്ടെ, ഒന്ന് ചവിട്ടാവോ? പിന്നെന്താ കേറിക്കോ, ഈ മുറ്റത്തിട്ട് റൗണ്ട് ഇറക്കിയേക്കാം. വേണ്ട, അല്ലെങ്കിൽ തന്നെ സാർ ഇത്തിരി ദേഷ്യത്തില്ല. ഇവിടെ നോക്കാനും പിടിക്കാനും ആരുമില്ലെന്നാണ് സാറിന്റെ പരാതി. ഇനി അതിന്റെ മുകളിൽ പറിച്ചു കയറി വല്ല തട്ടുക മുട്ടുക വല്ലതും ചെയ്താൽ സാർ തന്നെ ഗുഡ് മോർണിംഗ് അപ്പു. ഗുഡ് മോർണിംഗ് പപ്പ. പപ്പയ്ക്ക് സൈക്കിൾ ഓട്ടാൻ അറിയാവോ? പിന്നെ എന്നാ ആ സൈക്കിൾ ഒന്ന് ചവിട്ടിക്കേ. അതിനെന്താ ഇവിടെ പണിക്കണേ ആ സൈക്കിളിൽ കൊണ്ടുവന്ന് പിള്ളേരെ ഇങ്ങനെ ഈ ദുശീലം ഒന്നും പഠിപ്പിക്കരുത്. അത് സർവാപത്ത ഞാൻ പറഞ്ഞേക്കാം. എലുത്തോണ്ട് പാടോ. ഇവിടെ പണിക്കണേ തനിക്കറിയാവടോ സൈക്കിൾ എവിടെ? ചെറുപ്പത്തിലെ ഞാനൊന്ന് പഠിക്കാൻ വേണ്ടി പരിശ്രമിച്ചതാ. അങ്ങനെയാ എന്റെ വളർച്ച നിന്നുപോയത്. ഇത്രയും അപകടം പിടിച്ച ഒരു വാഹനം, ഇതിന്റെ ടയറ് നിലത്ത് മുട്ടാൻ 1/4 ഇഞ്ച് വീതിയേ ഉള്ളൂ. ആകെയുള്ളത് 2 ചക്രവും. വിവേകമുള്ള ആരെങ്കിലും ഇതിന്റെ പുറത്ത് കയറുമോ? അപ്പൊ പിന്നെ ഈ ആളുകളെ കേറുന്നാണോ? അത് പിന്നെ വീണ്ടും വിചാരം ഇല്ലാത്തവർക്ക് എന്താ കാണിക്കാൻ പാടില്ലാത്തത്? എന്നാലും എനിക്ക് ഇത്തിരി വീണ്ടും വിചാരം കുറവാ. സൂക്ഷിച്ചു സൂക്ഷിച്ചു. ഹായ്. ആ, ആ. മാറണോ? പപ്പ എന്നെ ഇവിടെ വെച്ചൊന്ന് ചവിട്ടാ പപ്പ. പിന്നെ അതെന്താ? 9:30 ബോർഡ് മീറ്റിംഗ്. എന്നാലത് പറഞ്ഞുകൂടാ നിനക്ക്? നാവുമായിട്ടോ നിൽക്കുക. വണ്ടി ഇടറോ. അപ്പോ ഞാൻ പോയിട്ടാ. കണക്കായിപ്പോയി. ഇളമീലാന് സൈക്കിളെ കയറായിട്ട് ഇരിപ്പുറക്കണില്ല അല്ലേ? പോടാ എന്നെയാണോ? പോടാ. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്ന് പഠിച്ചുകൊണ്ടുവന്നാ കേട്ടത്. നല്ല ചുട്ടടി വെച്ചു കൊടുക്കേണ്ടതിന്റെ പകരം കൊഞ്ചിക്കുക. അപ്പൂസേ ആപ്പൂസേ എന്നൊക്കെ പറഞ്ഞ് നേരെയാക്കാമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇവിടെ നിൽക്ക്, ഇവിടെ, ഇവിടെ. മരത്തിൽ കയറിയാണോ കളി? ഇങ്ങോട്ട് ഇറങ്ങ്. അധിക പ്രസംഗി ഇങ്ങോട്ട് ഇറങ്ങ്. സൂക്ഷിച്ച വീഴും വീഴും വീഴും.
നോക്കുക, അടിച്ച് ഞാൻ പൊളിക്കാൻ പറഞ്ഞേക്കാം. മനുഷ്യനായിട്ട് കുരങ്ങ് കളിപ്പിക്കണം. നേരെയാക്കാവുന്ന ഞാനൊന്ന് നോക്കട്ടെ. ഒന്നുകിൽ നീ നന്നാവണം, ഇല്ലെങ്കിൽ പണിക്ക് പുറത്തു പോകണം. എന്താ ചാടാൻ ശ്രീകരം എപ്പോഴായിരുന്നോ? ഒരു 9:50 മണിയായി കാണും. സാർ ആഫീസിൽ പോയി കുറച്ച് കഴിഞ്ഞപ്പോ ആദ്യം ഞാൻ വിചാരിച്ചത് വല്ല കരിങ്കല്ലോ മറ്റോ ആണെന്നാ. മുഖത്ത് സ്പർശിച്ചപ്പോഴല്ലേ ചാണാനാണെന്ന് മനസ്സിലായത്. എന്തായിരുന്നു കാര്യം? ആ ചാണാ മുഖത്ത് വന്ന് വീഴുന്നതിന് മുമ്പും പിമ്പും കമാന്നൊരക്ഷരം ഞാൻ മിണ്ടിയിട്ടില്ല. കേട്ടില്ലേ? ഇതാ അവന്റെ ഒരു കളി. ഇതിനെ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. വന്ന അന്നേ തുടങ്ങി കുറെ ഗ്ലാസും ട്രേയും ഒക്കെ എടുത്ത് ഒരൊറ്റ കയറി. അത് പിന്നെ അന്ന് സിനിമയ്ക്ക് കൊണ്ടുപോയിട്ടാണെന്ന് പറയാം. ഇന്നിപ്പോ ചാണാ എറിഞ്ഞത് വേണ്ട, താനൊന്നും പറയണ്ട. അവനെ വെറുപിടിപ്പിക്കാൻ താൻ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ എന്തോന്ന് ചെയ്തു? താനൊന്നും ചെയ്യാഞ്ഞിട്ടാണോ? പിന്നെ അവൻ ഇവിടെ വരുമ്പോ മാത്രം എന്താ ഇങ്ങനെ? സ്കൂളിൽ നിന്ന് റിപ്പോർട്ട് വരുമ്പോ ദ മോസ്റ്റ് ഒബീഡിയന്റ് ക്വയറ്റ് ഡിസിപ്ലിൻ സ്റ്റുഡന്റ് എന്നാ. ഇവിടെ വരുമ്പോ നേരെ തലതിരിച്ചു. ഇവിടെ പിന്നെ താനുണ്ടല്ലോ നന്നായിട്ട് നോക്കാൻ. നന്നായിട്ട് നോക്കാനൊന്ന് ശ്രമിച്ചു നോക്കി. എന്നിട്ടിപ്പോ അവനെവിടെ? അപ്പുറത്തെങ്ങാനും കാണും. അപ്പോ എന്തോ നാടോ ഇത്? എന്നെ അധിക്ഷേപിക്കാൻ വരച്ചു വെച്ചിരിക്കുക. ഭിത്തിയൊന്നും വരച്ച് വൃത്തികേടാക്കാനും തനിക്കൊന്ന് പറഞ്ഞു കൊടുത്തുള്ള എന്താ? കുഴി കുഴിച്ച് പേപ്പർ ഇട്ട് മൂടി വെച്ചിരുന്ന് കണ്ടില്ല. എന്താ അപ്പോ ഇത്? അപ്പോ അവിടെ നിൽക്കാനാ പറഞ്ഞത്. എന്താ അപ്പോ? എന്തിനാ നീ ഇങ്ങനെ കാണിക്കുന്നേ? ചോദിച്ചു കേട്ടില്ലേ? എന്തിനാ നീ ഇങ്ങനെ കാണിക്കുന്ന? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെ തലകുനിച്ച് നിൽക്കരുന്ന്. പറ, നിനക്ക് എന്താ വേണ്ടത്? നീ എന്തിനാ ഇങ്ങനെ കാണിക്കുന്നേ? നീ പുറയില്ലല്ലോടാ. ബാലു പിള്ളേരാ അങ്ങനെയൊക്കെ തന്നെ. ഇങ്ങോട്ട് വാ. എന്തോ പറഞ്ഞേ? ഈ കുട്ടികളൊന്ന് വെച്ചാ ഇങ്ങനെ ഉണ്ടോ എന്റെ അമ്മണിയമ്മേ? നിങ്ങൾ വീടിന്റെ പറമ്പിന്റെ കാര്യം നോക്കി നടന്നാ മതി. ചുമ്മാ കൊച്ചിനെ തല്ലുവിളിക്കാൻ നടക്കണ്ട കേട്ടോ. അത് ശരി, ഇപ്പൊ ഇങ്ങനെയായോ? ഇതിപ്പോ പൂരം കാണാൻ പൊൻകുന്നത്ത് പോയ പോലെ ആയല്ലോ എന്റെ അമ്മണിയമ്മേ. താനെന്തുവാ കുറെ നേരോട്ട് എന്റെ അമ്മണിയമ്മേന്ന് തനിക്കെന്തോ ഇതിന്റെ സൂക്കേടാ? കളിച്ച് നടക്കേണ്ട പ്രായമല്ലേ. ഈ വീട്ടിൽ ആരാ അവനൊരു കൂട്ടിന്? അവധി എന്നൊക്കെ പറഞ്ഞു വരുമ്പോ കുട്ടികൾക്ക് എന്തൊക്കെ ആശകൾ കാണും. ബാലുവിനാണെങ്കിൽ ആവശ്യത്തിലേറെ തിരക്കും. അതാ ഞാൻ പറഞ്ഞത്, ആരെയെങ്കിലും ഒരാളെ അപ്പോയിന്റ് ചെയ്യുക. വെക്കേഷൻ കഴിയുന്നതുവരെ അപ്പുവിനൊരു കമ്പനിയാകും. കുറെ കോമിക്സും കുറെ ഇൻഡോർ ഗെയിംസുമായിട്ട് അവരങ്ങ് കഴിഞ്ഞോളും. ആവശ്യത്തിന് ട്യൂഷനും കൊടുക്കും. അതിനിപ്പോ ആരാ അപ്പോയിന്റ് ചെയ്യാനാ? 10-16 വയസ്സുള്ള ഒരു പെൺകുട്ടിയാകുന്നതാ നല്ലത്. കുറച്ച് ചിട്ടയൊക്കെ കാണും. എങ്കിൽ ഗോപൻ തന്നെ ഒരാളെ അപ്പോയിന്റ് ചെയ്ത് വിടും. വേഗം വേണം. വല്ലപ്പോഴും ഒന്ന് അവനോട് ദേഷ്യപ്പെട്ട പിന്നെ ആപ്പാടെ ഒരു സങ്കട. ബാലു ദേഷ്യപ്പെടുമ്പോ ബാലുവിനേക്കാൾ 100 ഇരട്ടി സങ്കടം അവന് കാണും, അപ്പുവിന്. ശരിയാ, അമ്മയില്ലാത്ത കുഞ്ഞല്ലേ എന്റെ മോൻ. ഗുഡ് ഈവനിങ്. എന്താ പേര്? മീനാക്ഷി. മിന്നൂന്ന് വിളിക്കുന്നതാ. മിന്നൂന്ന് വിളിച്ചോളാന്നാ അപ്പു പറഞ്ഞേ. എത്ര വയസ്സായി?
16. ഏതുവരെ പഠിച്ചു? പ്രീ ഡിഗ്രി ഇടയ്ക്ക് നിർത്തിയതാ. ഗോപനെ എങ്ങനെ അറിയാം? അറിയില്ല, ആപ്ലിക്കേഷൻ അയച്ച് ഇന്റർവ്യൂ നടത്തിയിട്ടാ എടുത്തത്. അപ്പു 4th സ്റ്റാൻഡേർഡില്ല. ഇടയ്ക്കൊക്കെ അവൻ പഠിച്ചതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യണം, ഒരു ട്യൂഷൻ പോലെ. ഓ, പപ്പായുടെ ഇഷ്ടം. അപ്പുവിന് ലേശം വികൃതിയുണ്ട്. വികൃതിയല്ല, ഒരുതരം ബോറടിയാ. അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. ഓ, എന്നെ നോക്കാനല്ല വന്നിരിക്കുന്നത്, അപ്പൂനെയാ. മനസ്സിലായോ? ഓ, അതൊക്കെ അങ്ങോട്ട് കൊടു. പോയി വാങ്ങിക്കടോ, ആയിട്ട് നോക്കി നിൽക്കാതെ. ഓൻ എന്തൊരു മുഴുക്കാളയാടും. ഒന്ന് പതുക്കെ പറഞ്ഞിട്ട് മനുഷ്യന് വല്ലതും കേൾക്കൂലോ. 40 ദിവസത്തെ അവധിയുണ്ട് അപ്പൂന്. അത് 40 മണിക്കൂർ പോലെ കടന്നു പോകണം. അത്ര സന്തോഷവാനായിരിക്കണം അവൻ. ഓ, ഒരു 3-4 ദിവസം മീനാക്ഷിയുടെ ജോലി എങ്ങനെയുണ്ടെന്ന് ഞാൻ നോക്കും. എല്ലാം ശരിയായെങ്കിലേ ഇവിടെ നിർത്തുള്ളൂ, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞു വിടും. ഓ, വല്ല പാത്രം കഴുകലോ തുണി അലക്കലോ മിറ്റം അടിക്കലോ. ഓ ഓ രാവിലെ 9 മണിക്ക് ഇവിടെ എത്തണം. വൈകിട്ട് 6 മണി വരെ ഇവിടെ ഉണ്ടാവണം. അത് വേണ്ട പപ്പ. ഞാൻ ഇവിടെ തന്നെ നിന്ന് ജോലി എടുത്തോളാം. രാത്രിയും പകലും ഒക്കെ ബാഗും ഉടുപ്പുകളും ഒക്കെ ആയിട്ടാ ഞാൻ വന്ന്. ആ ശരി ശരി, പൊയ്ക്കോ പൊയ്ക്കോ. താങ്ക് യു. ഓ ഞാൻ അവളെന്തിനാണ് എന്നെ പപ്പാ പപ്പ എന്ന് വിളിക്കുന്നത്? ഞാൻ അവളുടെ തന്തയാണോ അല്ല അല്ല. എന്ന് പറഞ്ഞ മേലാൽ അങ്ങനെ വിളിക്കരുതെന്ന്. ഉവ്വ, ഉവ്വ. പണിക്കരേട്ടാ, ഈ അപ്പു പറയാ അപ്പുനെ നേരെയാക്കും മുമ്പ് പണിക്കരേട്ടനെയാ നേരെയാക്കണ്ടെന്ന്. ശരിയാണോ? ആരാ 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 പറഞ്ഞേ? ഈ ഈ ഈ അപ്പു. എന്റെ മീനാക്ഷി, ആ കൊച്ചനെ അത് വെടിമരുന്ന. ആരെങ്കിലും ഒന്ന് ചോട്ടിന്ന് തീപ്പെട്ടി വരയ്ക്കാൻ കാത്തിരിക്കുക, പൊട്ടിത്തെറിക്കാം. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട, സൂക്ഷിച്ചോ. തീപ്പെട്ടി വരച്ച പൊട്ടുമല്ലേ? ആ പൊട്ടും പൊട്ടും പൊട്ടും. ആ പിന്നെ പപ്പാന്ന് വിളിക്കരുത്. എന്തുവാ? പപ്പാന്ന് വിളിക്കരുതെന്ന് പറയാൻ പറഞ്ഞു മോളീന്ന്. എന്നാ പിന്നെ നിങ്ങളെന്ന് വിളിക്കട്ടെ. നിങ്ങൾ പറയുന്നതൊക്കെ എനിക്ക് ഇഷ്ടവാ. അങ്ങനെയൊക്കെ. ഈ വണ്ടി അധികാലം മുമ്പോട്ട് പോകും തോന്നുന്നില്ല. 3-4 ദിവസം ഒന്നും വേണ്ട, ചിലപ്പോ നാളെ തന്നെ പറഞ്ഞു വിട്ടുന്ന് വരും. ഞാൻ വരട്ടെ?